ആ ഉണ്ട്. നീ പോയിട്ട് ആടെ കൈക്കോട്ട് വെച്ചിട്ട് എടുത്ത് കൊത്തിയ ഇവിടെ എല്ലാം പുല്ല് കണ്ടാകടാ. എടാ ഓടെല്ലാം എടുത്ത് മാറ്റിടാ. ഇത് നിങ്ങൾ വായിക്കുക. ഇത് വായിച്ചെങ്ങ ആ വരാ. ഏത് ഇതാ? ഇത് ചിലപ്പോ വായിച്ചുതരാം. ഇതെന്തെല്ലാം കത്തലുണ്ടല്ലോ. ഇനി ഉണ്ടോ ഫസ്റ്റ് ഇതന്നെ വായിച്ചല്ലേ. ഇത് നിങ്ങൾ തീർച്ചയായും വായിക്കുക. ഇത് വായിച്ചാൽ അത് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നതാണ്. ഇത് ആഗസ്റ്റ് 30 ആണ് എഴുതിയത്. ഞാൻ എൻ്റെ മക്കളെ മാത്രം വിട്ടാണ് വീട്ടിൽ പോകുന്നത്. പക്ഷേ അവിടെ ഒരു ഭയങ്കരമായ കാറ്റിൽ എൻ്റെ മക്കൾ മാത്രം മരണപ്പെട്ടുപോയി. പക്ഷേ ഞാൻ എൻ്റെ മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി. എന്തായാലും നിങ്ങൾ എൻ്റെ മക്കളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതെൻ്റെ കത്ത്. ഇതിലൊന്നും കൂടി ഉണ്ട്, ഞാൻ വായിക്കുന്ന. പിടിക്ക്. ഇതെന്തിൻ്റെ കത്താണോ അപ്പോൾ ഈശ്വര? ചാടി. ഇത് ആരാണ് വായിക്കുന്നത്? അവരുടെ വീട്ടിൽ ഭയങ്കരമായ ശബ്ദം കേൾക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഒക്കെ അറിയില്ലടാ. ഇത് ചാടിയേ, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി. എന്നാ പോയേ. എന്നാ നിന്റെ പണി തുടങ്ങിക്കോ നീ. ഓക്കെ അല്ലേ? പണിയെടുത്തോ, രാത്രി നമുക്ക് നോക്കാനുണ്ട്. ഓ മതിയടാ, നീ എത്ര സമയം പണിയെടുക്കുന്നു? വെള്ളം തരാം, നീ അവിടെ നിൽക്ക്. എന്നാ താ. നമുക്ക് റൂമിൽ പോവാ. ഒരു കത്തും കൂടി ഉണ്ട്. എന്നാ ഞാൻ വായിക്കാം. കാണിച്ച് ആ കത്ത് കൊടുത്തു. ഈ കഥ നിങ്ങൾ വായിക്കുക. മരണം നടന്നത് ജൂൺ 25. എൻ്റെ മരണത്തിന് മുന്നേ എൻ്റെ മക്കളും മരണപ്പെട്ടു പോയി. പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ മക്കളും മരണപ്പെട്ടു പോയെന്ന്. എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ മക്കളെ ആരെങ്കിലും രക്ഷിക്കുമെന്ന്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു. ഞാൻ മരണപ്പെട്ടതിനു മുന്നിൽ എൻ്റെ മക്കൾ ജീവനോടെ പിടഞ്ഞ് മരണത്തിനു വേണ്ടി കീഴടങ്ങി. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ മക്കളെ രക്ഷിക്കുമെന്ന് പറയുന്നു. ഇതെല്ലാം നമുക്ക് കത്തിക്ക്. ഇതെല്ലാം നീ കൊള്ളായി. ആനെ